വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നടന്ന നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യമായി അവിടുത്തെ മാധ്യമ പ്രവർത്തകരും ഒപ്പം ഉദ്യോഗസ്ഥരും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം അപ്ലയൻസസുകൾക്ക് ഇനി വണ്ടിപ്പെരിയാറിൽ പുതിയ പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. 18 വർഷക്കാലം മൊബൈൽ ഫോൺ വിപണന രംഗത്ത് ജനഹൃദയങ്ങൾ കീഴടക്കിയ സെൽ പോയിന്റിൽ ഹോം അപ്ലയൻസസുകളുടെ അതിവിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ലോകോത്തര നിലവാരമുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, AC, എയർ കൂളർ തുടങ്ങി ഹോം അപ്ലയൻസസുകളും ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ കൂടാതെ ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇപ്പോൾ ഒരു കുടക്കീഴിൽ. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ഓഫറുകളും നിങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 0 ഡൗൺ പേയ്മെന്റിൽ EMI-യിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും സൗകര്യം. ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന് പറഞ്ഞത് അനുസരിച്ച് സ്ഥാനാർത്ഥികൾ 3 പേരും കുട്ടിക്കാനം മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുകയും ഉദ്യോഗസ്ഥരുമായി മറ്റ് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തു. വിജയം എന്നതല്ലാതെ മറ്റൊന്നും ഇപ്പോൾ പറയാനില്ല എന്നാണ് മുൻ സ്ഥാനാർത്ഥികളും പറഞ്ഞത്. എന്നാൽ എല്ലാവരുടെയും മുഖത്ത് മൗനഭാവം തന്നെയായിരുന്നു. തുടർന്ന് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ എലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 3000-ലധികം വോട്ടിന്റെ ലീഡ് സിറിയക് തോമസിന് ലഭിച്ചു എന്ന് അറിഞ്ഞതോടെയാണ് മണ്ഡലം ഇനി കൈവിടില്ല എന്ന ആശ്വാസത്തിൽ UDF സ്ഥാനാർത്ഥി എത്തിയത്. അതേസമയം LDF സ്ഥാനാർത്ഥി ആശങ്കയിലാവുകയും ചെയ്തു. തുടർന്നുള്ള ഓരോ റൗണ്ടിലും 2000-ന് മുകളിൽ ലീഡാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ സമയം K സലീംകുമാർ LDF സ്ഥാനാർത്ഥി കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും വെളിയിൽ പോവുകയും ചെയ്തു. മറ്റ് CPM-ന്റെയും പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടി സിറിയക് തോമസ് വിജയം ഉറപ്പിച്ചതോടെയാണ് LDF സ്ഥാനാർത്ഥിയും തിരികെ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഇതേസമയം ഇനിയുള്ള ദിവസങ്ങളിൽ പീരിമേട് തോട്ടം മേഖലയുടെ തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചാണ് LDF സ്ഥാനാർത്ഥി മടങ്ങിയത്. തുടർന്നാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന രതീഷ് വരുകുമല കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും വെളിയിൽ ഇറങ്ങിയത്. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും 2000 വോട്ടിന്റെ മേൽക്കൈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്. ഇതുകൂടാതെ കേരളത്തിൽ താമര 3 സ്ഥലങ്ങളിൽ വിരിഞ്ഞതും അറിയിച്ച നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി തന്നെ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹവും മടങ്ങിയത്. ഈ സമയം വലിയ ആരവങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ആഘോഷ പരിപാടികൾ ഗേറ്റിന് വെളിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഭൂരിപക്ഷം കൂടുന്നത് അനുസരിച്ച് ആദ്യ കേന്ദ്രമായ ഏലപ്പാറയിൽ നിന്നും തന്നെ പ്രവർത്തകരെ UDF പ്രതിനിധികൾ വോട്ടെണ്ണൽ കേന്ദ്ര പടിക്കലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതോടെയാണ് ആഘോഷങ്ങൾ ഒന്ന് കൊഴുത്തത്. ചരിത്ര വിജയം കുറിച്ച UDF സ്ഥാനാർത്ഥി തന്റെ 3ാം അംഗത്തിൽ കൂടെ നിന്ന ജനങ്ങൾക്ക് നന്ദി അറിയിക്കാനും മറന്നില്ല. ന്യൂസ് ബ്യൂറോ, പീരിമേട്.